ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2359. ഇന്ന് ജൂൺ മാസം 16-ാം തീയതി, 167-ാമത്തെ ദിവസത്തിലെത്തി. നസറേത്തിലെ യേശു നമ്മൾ എന്തുമാത്രം അടുത്ത് അറിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ആ പരിചയമൊക്കെ എങ്ങനെയൊക്കെ നിലനിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഒന്ന് ശ്രമിക്കാവുന്നതാണ്. സുവിശേഷം മാത്രം മതി അതിന് ഓരോരുത്തർക്കും കൂട്ട്. യേശുവിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന, പ്രാപ്തി ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളെ വായിക്കുക എന്നതാണ്. അതും എന്തോ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. സുവിശേഷം നിറയെ അതിന്റെ സൂചനകളുണ്ട്. ഇങ്ങനെ ഹൃദയത്തെ വായിക്കുന്ന യേശു ഓരോരുത്തരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ വിചാരിക്കുന്നത്? മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് യേശു അറിഞ്ഞിരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. മനുഷ്യരെക്കുറിച്ച് യേശുവിന് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യരുടെ ഉള്ളിൽ എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് ആരുടെയും പരിഗണന അർഹിക്കാതിരുന്ന പല വ്യക്തികളും, പല ചെറിയ ചെറിയ സംഭവങ്ങളും യേശുവിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചത്. അങ്ങനെ സുവിശേഷത്തില് അതിനൊരു പ്രാധാന്യം കൈവന്നത്. ഒരു സ്ത്രീയെ ഓർത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ചു പോയത്. ആരും കാണരുതെന്ന് ഓർത്ത് എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ധനികർക്കിടയിലൂടെ വന്ന ആ ദരിദ്ര വിധവ വില കുറഞ്ഞ ഒരു ചെമ്പു നാണയം ഭണ്ഡാരത്തിലിട്ടത്. ഒന്ന് മനസ്സില് ഒന്ന് കാണാവുന്നതാണ്, ഭാവനയില് ഒന്ന് ശരിക്കും അതിനൊരു സംഭവം കൊടുക്കാവുന്നതാണ്. എന്നിട്ടും യേശു അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ആ സ്ത്രീയെ കണ്ടെത്തിയെന്ന് മാത്രമല്ല, അവരുടെ ആ ഒരു സമർപ്പണത്തെ ഏറ്റവും വിലയേറിയ ഒരു കാഴ്ചയായി പരിഗണിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഹൃദയത്തെ വായിച്ചറിയുന്ന യേശുവിനെ നമ്മൾ കുറച്ചും കൂടി അടുത്തറിഞ്ഞാൽ മതിയാവും. എല്ലാ അർത്ഥത്തിലും അതിന്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു നന്മകളെ മാത്രമല്ല കേട്ടോ യേശു വായിച്ചറിയുന്നത്, കണ്ടെത്തുന്നത്. എന്റെ ഉള്ളിലെ വലിയ വലിയ തിന്മകളുടെ ചലനങ്ങളെയും കൃത്യമായി അറിയുന്നില്ലേ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.